അല്ല, അദ്ദേഹം അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയതിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് അദ്ദേഹം അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. മാത്രമല്ല, നിരുപാധികം അദ്ദേഹം മാപ്പ് പറഞ്ഞു. പിന്നെയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയല്ല. ഇതിനു മുമ്പ് പല ആളുകൾ ഇവിടെ എത്ര ഉസ്താദുമാർ എന്തെല്ലാം പറഞ്ഞു. നമ്മളെ ഈ മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ ഈ നാട്ടിലാണ്, നിങ്ങൾ കണ്ണു തുറന്നൊന്ന് കാണണം. എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായത്? അപ്പോൾ ഇത് അദ്ദേഹത്തിനൊരു നാക്കുപിഴയോ അല്ലെങ്കിൽ ഒരു പിഴവോ സംഭവിച്ചു. അദ്ദേഹം ഉടനെ തന്നെ നിരുപാധികം ആ കാര്യത്തിൽ ക്ഷമ ചോദിച്ചു കേരള സമൂഹത്തോട്. പിന്നെയും അദ്ദേഹത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ രാഷ്ട്രീയമായ വേട്ടയാടൽ തുടർന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടികളുണ്ടാകും. അല്ല, എനിക്ക് ഒരു കാര്യം വേറെ പറയാനുണ്ട്, നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇത്രയും ഭീകരമായ തോതിൽ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളോളം കൊണ്ടു നടന്ന് ഉന്നതരായിട്ടുള്ള വ്യക്തികൾ അവരെ പീഡിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി എപ്പോഴും ഇത് നമ്പർ 1 ആണ്, ഇവിടെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, ഞങ്ങൾ ഇപ്പോൾ ബോച്ചയെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. എവിടെയായിരുന്നു കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ? ഇത് ദേശീയ വനിതാ കമ്മീഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിഞ്ഞതിന് ശേഷമാണ് കേരള പോലീസ് അറിഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു നാടകം കളിക്കുകയാണ് അവർ. ഇത്രയും ഗുരുതരമായ തോതിൽ പെൺകുട്ടികൾക്ക്, അതും ദളിത് പെൺകുട്ടികൾക്ക്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന പീഡനം നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. ഇത്രയധികം ക്രൈമും ഇത്രയധികം സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. എല്ലാവരും ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു കൺസേൺ എടുക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ. ഈ NSSന് പിന്നാലെ രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭയുടെ പരിപാടിക്കും മുഖ്യ അതിഥിയായിട്ട് വിളിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ്. ഒന്ന് പ്രതിപക്ഷ നേതാവ്, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്ന ചെന്നിത്തല. PCCയുടെ അധ്യക്ഷൻ K സുധാകരൻ. മുരളീധരൻ പറയുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകൾ വിചാരിച്ചാൽ ആരും മുഖ്യമന്ത്രിയാവില്ല. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുരളീധരൻ. നമ്മുടെ ഇദ്ദേഹം തിരുവനന്തപുരം MP ശശി തരൂർ, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. 6 മുഖ്യമന്ത്രിമാരെ വെച്ച് തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുമ്പേ കോൺഗ്രസ് പോയാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ കാണുകയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 2 മുഖ്യമന്ത്രിമാരെ വെച്ചാണ് പോയത്. ചെന്നിത്തല പറഞ്ഞു ഞാനായിരിക്കും മുഖ്യമന്ത്രി, പിന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ തന്നെ മുഖ്യമന്ത്രി. അവസാനം പിണറായി വിജയനെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും പേരേണ്ട ഗതി വന്നു. ഇപ്പോൾ 6 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതുകൊണ്ട് സമുദായ സംഘടനകൾ എന്ത് പരിശ്രമിച്ചിട്ടും കാര്യമില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം UDFൻ്റെ വിനാശത്തിലേക്ക് പോവുള്ളൂ. മാത്രമല്ല UDFന് ഇനി കേരളത്തെ നയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. കോൺഗ്രസിനോ UDFനോ പിണറായി വിജയൻ്റെ ഈ അഴിമതിയും അക്രമവും ദുർഭരണവും അതിനെ നേരിടാനുള്ള ത്രാണിയില്ല. അതുകൊണ്ട് UDF തകർന്ന് തരിപ്പണമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേമത്ത് മാത്രമല്ല സാർ, ഞാൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും PFI UDFനാണ് പിന്തുണച്ചത്. എല്ലാവർക്കും അറിയുന്നതല്ലേ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 5000, 6000 സോളിഡ് വോട്ട് PFIക്കുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ഉണ്ട്. അവർ മൊത്ത കച്ചവടമാണ് എല്ലാ കാലത്തും നടക്കുന്നത്. നേമത്ത് മാത്രമല്ല, മഞ്ചേശ്വരത്തും പാലക്കാട്ടും വർഗീയതയാണ് കേരളത്തിലെ LDFും UDFും, ഭീകരവാദികളെയാണ് കേരളത്തിലെ LDFും UDFും തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണയ്ക്കുന്നത്. അതാണ് സത്യം.